ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഉരുളക്കിഴങ്ങും 2 കഷ്ണം ബ്രെഡും ഉണ്ടെങ്കിൽ പിള്ളേർ വരുമ്പോഴത്തേക്ക് നമുക്ക് വയറ് നിറച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നിസ്സാര സംഭവം കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ബ്രെഡും ഉരുളക്കിഴങ്ങും കൂടെയുള്ള ഈവനിങ് സ്നാക്സിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു 2 മീഡിയം സൈസ് സവോള എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇച്ചിരി മല്ലിയിലയുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് മുക്കി പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുണ്ട് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം മൈദയും കൂടെ മാത്രം മതി. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് ഒരു ഫില്ല് ചെയ്യാനായിട്ടൊരു കൂട്ടുണ്ടാക്കണം. നമുക്ക് ആ കൂട്ട് ആദ്യമേ ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തുടങ്ങാം. ഒരു പാത്രം അടുപ്പേ വെച്ചു, അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. നമ്മളൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ പേസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാതെ ജസ്റ്റ് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് ഒന്ന്. ഇനി നമുക്ക് പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാതെ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, നമ്മൾ ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ സവോള അതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാതെ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന സവോളയ്ക്കുള്ള ഉപ്പ് എന്നിട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ സവോള ഏകദേശം നല്ലപോലെ മൂത്തിട്ട് നമുക്കിത് വറുത്ത് പൊരിച്ചെടുക്കും. നമ്മൾ വറുത്ത് കോരിയെടുക്കില്ല, അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ഏകദേശം ഒരു നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്തേ. ഒരു സ്വല്പം മല്ലിയിലയും കൂടെ ഉള്ളത് അത് 2 കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് അവസാനം വേണേൽ അവസാനം ഇടാം, ആദ്യം വേണേൽ ആദ്യം ഇടാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒത്തിരി വലിയ എരിവൊന്നും വേണ്ട. ഒരു 1/2 സ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തു. നമ്മൾ ഒരു 1/4 സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് എരിവിനനുസരിച്ച് നമ്മൾ എന്തേലും ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാൽ മതി. ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി എരിവ് നമുക്ക് വേണ്ട. ഇനി നമ്മളൊരു 1/4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമുക്കിതിനകത്ത് വേണ്ടുന്ന നമ്മുടെ മസാല ഐറ്റംസ് എന്ന് പറയുന്നത്. നമ്മുടെ പൊട്ടറ്റോ ആണല്ലോ, അപ്പോൾ ഇച്ചിരി ഗ്യാസൊക്കെ ഇല്ലാതിരിക്കട്ടെ. മല്ലിയിലയും നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ അതിനകത്ത് ചേർത്ത് ഇതൊക്കെ ആവശ്യമുണ്ടോ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്നത് നമുക്ക് പെരിഞ്ചീരകം പൊടിച്ചതോ അങ്ങനെയൊക്കെ എന്ത് വേണേലും നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റംസ് വേണേലും ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, പൊടി ഐറ്റംസ്. ഇത് നല്ലപോലെ നമ്മുടെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തിങ്ങനെ ഒന്ന് പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് ഇതാക്കി ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. നല്ലപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് പൊട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ തവി വെച്ചിങ്ങനെ രണ്ടും കുത്തി പൊട്ടിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഈ മസാലക്കൂട്ടിനകത്തേക്ക് നമ്മൾ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാവേ. ഞാനിതൊരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് നമ്മൾ ഉപ്പിട്ടായിരുന്നു നമ്മൾ പുഴുങ്ങി വെച്ചിരുന്നത്. പിന്നെ നമ്മൾ സവോളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതൊന്ന് നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചിങ്ങനെ ഈ മസാലക്കൂട്ടെല്ലാം കൂടി ഇതിനകത്തേക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കാതെ
ഈ ഉരുളക്കിഴങ്ങ് നല്ലപോലെ നമുക്ക് പൊടിയാത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ ബ്രെഡേൽ ഇത് ഒരു കോട്ട് പോലെ തൂത്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ വലിയ കഷ്ണമൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ചാടിപ്പോരിയല്ലേ, അതുകൊണ്ട് അപ്പോൾ ഇത് മൊത്തം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ആ ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ ഇതെല്ലാം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടണം. നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ സവോള വഴറ്റിയപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപ്പും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം എരിവുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ കൂട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് അങ്ങനെ നമ്മുടെ കൂട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡും എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. ഈ ബ്രെഡിലേക്ക് ഒരു ബ്രെഡ് വെച്ചേച്ച് നമുക്ക് ആ ബ്രെഡിലേക്ക് ഈ ഓരോ സ്പൂണ് നമുക്കിതൊന്ന് തേച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം. സ്പൂണ് വെച്ചോ നമുക്ക് അല്ലാതെ എന്തെങ്കിലും വെച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റേ പാച്ചില പോലത്തെ അത് വെച്ചാണെങ്കിലും പിടിപ്പിക്കാൻ. ഞാനിപ്പം അതൊന്നും എടുത്തില്ല, സ്പൂണാണ് എടുത്തേക്കുന്നത്, ആ കുഴപ്പമൊന്നുമില്ല. എന്താണെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഇതുവരെ ഇതിൽ വരുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അടുത്ത ഈ ഒരു ബ്രെഡ് അതിൻ്റെ മണ്ടയിലേക്ക് അങ്ങ് വെക്കണേ. നല്ലപോലെ ഒന്ന് വെച്ച് അതുപോലെ തന്നെ ഇപ്പം നമ്മളെല്ലാം ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഒന്ന് നല്ലപോലെ 4 സൈഡ് ഇങ്ങനെ സൈഡെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് വെക്കാം. ഇനിയിപ്പം സൈഡിലൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് നമുക്ക് ഇങ്ങനെ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കാം. എല്ലാം ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്കിത് 2 or 3 പീസായിട്ട് നമുക്ക് മുറിച്ച് മാറ്റി വെക്കണേ. നമുക്ക് എന്തേലും കഷ്ണം വേണമെന്നനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ 2 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 3 ആയിട്ട് നമുക്കിതൊന്ന് മുറിച്ചു എടുക്കാം. നമുക്കിതിനി ഇങ്ങനെ വെച്ചേച്ച് നമുക്കൊരു ഇതുണ്ടോ ഇങ്ങനെ ഒരു രണ്ടായിട്ട് നമ്മുടെ ഈ ബ്രെഡും ഈ കൂട്ടും കൂടെ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് വേണം നമുക്ക് ഓരോ കൂട്ടായിട്ട്, ഇതുകൊണ്ട് 2 എണ്ണമായിട്ട് വെച്ചു. ഇത് വേണം നമുക്കൊന്ന് മുക്കി പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കിക്കൊണ്ട് വരാവേ. അങ്ങനെ നമ്മുടെ കൂട്ട് എല്ലാം റെഡിയാക്കി നമ്മുടെ ബ്രെഡ് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ നമ്മുടെ ബ്രെഡ് ഒന്ന് മുക്കി പൊരിക്കാനായിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും, ഒത്തിരി ഒന്നും വേണ്ട, സ്വല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കലക്കണം. നമ്മുടെ ഇതൊന്ന് മുക്കിയിട്ട് വേണം നമുക്ക് ബ്രെഡ് കൂട്ടൊന്ന് മുക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് നമുക്കൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് സാധാ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് കലക്കിയെടുക്കണം, ഒന്ന് ലൂസായിട്ട്. സാധാരണ നമ്മളിങ്ങനെ മുക്കിപ്പൊരിക്കാനൊക്കെ നമുക്ക് കലക്കിയെടുക്കുന്ന അറിയാമല്ലോ, ആ ഒരു രീതിക്ക്. ഒത്തിരി അങ്ങ് വെള്ളമാകരുത്, നമ്മുടെ ബ്രെഡാണ്, പെട്ടെന്ന് അതങ്ങ് കുതിർന്നു പോവും. കൂട്ടെല്ലാം തയ്യാറാക്കി വെച്ചു. നമ്മൾ മുക്കാനായിട്ടുള്ള മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാവിനകത്ത് മുക്കി പൊരിക്കാനായിട്ടുള്ള ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ ഈ മൈദക്കകത്ത് ഇങ്ങനെ ഒന്ന് മുക്കി എല്ലാ സൈഡും ഒന്ന് കോട്ട് ചെയ്യണം. ഒത്തിരി നേരം മുക്കി വെക്കരുത്, നമ്മുടെ ഇതായി പോവും. ഇനി ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്രെഡിനകത്ത് ഈ ബ്രെഡ് ക്രംസിനകത്ത് ഇങ്ങനെ ഒന്ന് മുക്കി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 2 എണ്ണം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് 2 എണ്ണം വീതം ഇട്ടങ്ങ് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം നല്ലപോലെ എണ്ണ ഇന്ന് ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ബ്രെഡിൻ്റെ കൂട്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ നമ്മുടെ ചട്ടിക്കകത്ത് നമുക്ക് എത്ര എണ്ണം ഇടാൻ പറ്റുമോ അത്ര എണ്ണം നമുക്കിട്ട് വറുത്ത് കോരിയിടും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ബ്രെഡ് ആയതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് അങ്ങനെ കരിക്കേണ്ട. നമുക്കൊന്ന് ഇടുമ്പോഴത്തേക്ക് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞതുകൊണ്ടോ നമ്മുടെ ബ്രെഡ് ഒരു സൈഡ് നല്ലപോലെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്നുകൂടെ മറിച്ചിട്ട് അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് അങ്ങ് എടുത്താൽ മതിയേ. ബ്രെഡല്ല നമ്മളെല്ലാം ഇതിനകത്ത് വെന്ത സംഭവങ്ങളാണല്ലോ, ഒന്നും നമുക്കതിനകത്ത് വേകാത്ത സാധനങ്ങളൊന്നുമില്ല.
അപ്പോൾ ഓൾറെഡി ഇതൊന്ന് പൊരിച്ചെടുത്താൽ മതി നമുക്ക്. അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി ഇച്ചിരി സോസും ഒക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റിൽ രണ്ട് കഷ്ണം കൊടുത്താൽ പിള്ളേരുടെ വയറ് നിറഞ്ഞോളും. പിള്ളേർക്ക് നല്ല വലിയവർക്കും എല്ലാവർക്കും. അപ്പോൾ ഇത് നമുക്ക് പിന്നെയും തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കും. നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ട് വരണം. എന്നാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യരുത്. നല്ലൊരു ഗോൾഡൻ കളറിൽ വരണം. നമുക്കിത് കോരി മാറ്റാം. നല്ല പുറം നല്ല ഇതായിട്ടും. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി ബ്രെഡ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡിയായി. എന്നെ പെട്ടെന്നാന്ന് നോക്കിയേ. ഇതുകൊണ്ട് നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഇതുണ്ടോ, അകത്ത് നമ്മുടെ ആ കൂട്ടെല്ലാം കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ്. നല്ല ചൂടാണ്, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മീറ്റ് റോളൊക്കെ തുറക്കുന്ന പോലെ തന്നെയുണ്ട്, അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പുറമൊക്കെ നല്ല കരികരാന്നാണ് ഇരിക്കുന്നത്, നല്ല ക്രിസ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കഷ്ണവും കൊടുത്തുള്ള ചായയും കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞോളും പിള്ളേരുടെയൊക്കെ. അത് തന്നെയല്ല നമുക്കാണേലും 4 മണിക്കൊരു കാപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.